നമ്മുടെ കുട്ടികൾക്ക് ഇത്ര സ്വാതന്ത്ര്യം കൊടുക്കണോ? സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ആൺ പെൺ ഭേദമില്ലാതെ വിദ്യാർത്ഥികൾക്ക് 2ാം വർഷം മുതൽ ഹോസ്റ്റലുകളിൽ രാത്രി 9:30 ശേഷവും പ്രവേശിക്കാമെന്ന് ഡിസംബർ 6 സർക്കാർ ഉത്തരവ് എല്ലാ മെഡിക്കൽ കോളേജും പാലിക്കണമെന്ന ഹൈക്കോടതിയുടെ വാക്കാൽ നിർദ്ദേശം കേൾക്കുമ്പോൾ സാധാരണക്കാരായ രക്ഷിതാക്കളുടെ മനസ്സിൽ ഉയരുന്ന ആകുലതയാണിത്. പ്രത്യേകിച്ചും ഈ പ്രായത്തെക്കുറിച്ച് സംസ്ഥാനത്തെ ആരോഗ്യ സർവകലാശാല ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലം മനസ്സിരുത്തി വായിക്കുമ്പോൾ സർക്കാർ ഉത്തരവ് ഉണ്ടായിട്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ നിന്നും രാത്രി 9:30 ശേഷം പുറത്തിറങ്ങുന്നതിന് പെൺകുട്ടികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു വിദ്യാർത്ഥി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് കേരളത്തിലെ മെഡിക്കൽ സർവകലാശാല ഈ പ്രായത്തിൽ കുട്ടികൾക്ക് ഏർപ്പെടുത്തേണ്ട നിയന്ത്രണങ്ങളെക്കുറിച്ച് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തത്. ഹോസ്റ്റൽ നിയമം അനുസരിച്ച് അടിയന്തര ആവശ്യമുണ്ടെങ്കിൽ ആർക്കും അനുവാദത്തോടുകൂടി പുറത്തു പോകാൻ സാധിക്കും. അല്ലെങ്കിൽ 9:30 മുൻപ് ഹോസ്റ്റലിൽ കയറണം. 1ാം വർഷ വിദ്യാർത്ഥികൾ ഇപ്പോഴും 9:30 മുൻപ് ഹോസ്റ്റലിൽ കയറണം. കൗമാരക്കാർക്ക് വലിയ അവകാശങ്ങൾ കൊടുക്കുന്ന നാടാണ് കേരളം. 18 വയസ്സ് കഴിഞ്ഞവർക്ക് വോട്ടവകാശം കൊടുത്ത ആദ്യ സംസ്ഥാനം, അവർക്ക് തൊഴിലില്ലായ്മ വേതനം കൊടുത്ത സംസ്ഥാനം. ഇതെല്ലാം രാഷ്ട്രീയ കയ്യടി കിട്ടിയ തീരുമാനങ്ങളായിരുന്നു. പക്ഷേ ഇതിലൂടെ നമ്മുടെ യുവത ശക്തി പ്രാപിക്കുകയോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പ്രാപ്തരാവുകയോ ചെയ്തോ? കേരളത്തിലെ ആരോഗ്യ സർവകലാശാല പറയുന്ന സത്യങ്ങൾ ഗൗരവത്തോടെ കേൾക്കേണ്ടതുണ്ട്. സർക്കാർ നിശ്ചയിക്കുന്ന പക്വതയുടെ പ്രായമായ 18 വയസ്സിൽ ആരുടെയും തലച്ചോറിന് പക്വത കൈവരില്ലെന്ന് ആരോഗ്യ സർവകലാശാല പറയുന്നു. തലച്ചോറിന്റെ വളർച്ച പൂർണ്ണമാകുന്നത് 25 വയസ്സിലാണ് എന്നാണ് ആരോഗ്യ സർവകലാശാല ചൂണ്ടിക്കാണിക്കുന്നത്. കൗമാരകാലം ആപത്തു നിറഞ്ഞ കാലമാണെന്നും സത്യവാങ്മൂലം ചൂണ്ടിക്കാണിക്കുന്നു. പാരിസ്ഥിതിക സ്ട്രെസ്സുകൾക്ക് വല്ലാതെ വഴങ്ങുന്ന കാലമാണിത്. അതായത് ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന കെണികളിൽ വളരെ പെട്ടെന്ന് വീണുപോകുന്ന കാലം. മയക്കുമരുന്ന് ഉപയോഗത്തിലേക്കും ലക്കും ലഗാനും ഇല്ലാത്ത വാഹനം ഓടിക്കലിനും എല്ലാം പ്രേരിപ്പിക്കപ്പെടുകയും വിധേയമാവുകയും ചെയ്യുന്ന കാലം. വിവേകമില്ലാത്ത ലൈംഗിക ബന്ധങ്ങളിലും വീണുപോകുന്ന കാലം. അതുകൊണ്ട് 18 വയസ്സുകാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് ശരിയാവില്ല. സമൂഹത്തിന് തന്നെ അത് ആപത്താവും. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാലമാണിത്. ആരോഗ്യ സർവകലാശാല ഹൈക്കോടതിയിൽ വാദിച്ചു. രാത്രി 9:30 ശേഷവും നിർബാധം കുട്ടികൾക്ക് ഹോസ്റ്റലിൽ വരാനും പോകാനും അനുവാദം ഉണ്ടായാൽ അച്ചടക്കം പാലിക്കുവാനാകില്ലെന്നും സർവകലാശാല കോടതിയെ ധരിപ്പിച്ചു. മെഡിക്കൽ കോളേജുകളിൽ രാവിലെ 8-ന് ക്ലാസ് തുടങ്ങുന്നു. കുട്ടികൾക്ക് നല്ല ഉറക്കം കിട്ടിയില്ലെങ്കിൽ ക്ലാസുകളിൽ ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് കുട്ടികൾ 9:30-ക്കെങ്കിലും ഹോസ്റ്റലിൽ എത്തണം. 12ാം ക്ലാസ് പാസ്സായി പ്രവേശന പരീക്ഷ പാസ്സായി മെഡിക്കൽ പ്രവേശനം കിട്ടുന്ന വിദ്യാർത്ഥിയുടെ പ്രായം പരമാവധി 17 വയസ്സ്. മാതാപിതാക്കളുടെ നല്ല നിയന്ത്രണത്തിൽ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ പഠിപ്പിസ്റ്റുകളായി ജീവിച്ച് ഒരു പ്രവേശന പരീക്ഷ പാസ്സായി മെഡിക്കൽ കോളേജിലേക്ക് കടന്നു വരുന്ന കുട്ടികളെ രാത്രി വൈകിയും തോന്നിവാസം മേയാൻ വിടുന്നത് കുട്ടികൾക്ക് മാത്രമല്ല നാടിനും നല്ലതാണോ? ഇത്തരം ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുവാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത് ആരാണ്? ഉഴപ്പന്മാരായി നടക്കുകയും അങ്ങനെ ക്യാമ്പസുകളെ ദുരന്ത ഭൂമികളാക്കുവാൻ കെണി ഒരുക്കുകയും ചെയ്യുന്നവരല്ലേ? മയക്കുമരുന്നിനും വിവേകരഹിതമായ ലൈംഗിക ബന്ധങ്ങൾക്കുമെല്ലാം നമ്മുടെ കുട്ടികൾ വീണു പോകട്ടെ എന്നാണോ? നിർബാധം ഹോസ്റ്റലിൽ വരാനും പോകാനും കുട്ടികളെ അനുവദിക്കുന്നത് എന്തിനു വേണ്ടി? അതിന്റെ പ്രയോജനം ആർക്ക്? ഇത്തരം ഉത്തരവുകൾ ഇറക്കുന്നതിന് മുൻപ് മാതാപിതാക്കളുടെ കൂടി മനസ്സറിയാൻ കൂടി നോക്കേണ്ടതായിരുന്നില്ലേ? പടിഞ്ഞാറ് നടക്കുന്നതെല്ലാം നമുക്ക് വേണോ? പടിഞ്ഞാറ് നോക്കി യന്ത്രങ്ങളായി നാം മാറുന്നത് ആപത്താണ്, സാംസ്കാരിക അപജയമാണ്. ഹോസ്റ്റലിലെ പ്രവേശനം സംബന്ധിച്ച വാദത്തിന് മറവിൽ കുട്ടികളെക്കുറിച്ച് നല്ല മുന്നറിയിപ്പ് നൽകിയ ഹോസ്റ്റലുകൾക്കും അവ ഹോട്ടലല്ല, കുട്ടികൾക്ക് താമസിച്ച് പഠിക്കുന്നതിനുള്ള ഹോസ്റ്റലാണ്, അവർ ഉറങ്ങേണ്ടപ്പോൾ ഉറങ്ങണം എന്ന് ഹൈക്കോടതിയിൽ വാദിച്ച സർവകലാശാലയ്ക്കും വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമലിനും അഭിനന്ദനങ്ങൾ. രാത്രി വൈകിയും കറങ്ങി നടക്കുന്നതിനുമുള്ള അവകാശത്തിനായി പോരാടുന്ന പെൺകുട്ടികൾ സംസ്ഥാനത്തെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി അടുത്ത കാലത്ത് നൽകിയ ഉപദേശം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ നടന്ന DJ പാർട്ടിയിൽ പങ്കെടുത്ത് മടങ്ങിയ ഒരു മോഡൽ കൂട്ടബലാത്സംഗത്തിന് ഇരയായ സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചപ്പോഴാണ് അവർ പെൺകുട്ടികളോട് ഹൃദയംഗമമായി ഉപദേശിച്ചത്. മദ്യപാനം സ്ത്രീകൾക്ക് അപകടമാണ്. അവർ ചൂണ്ടിക്കാണിച്ചു. ആൺകുട്ടികൾ രാത്രി കറങ്ങി നടക്കുന്നത് തന്നെ അപകടമാണ്.
അപ്പോൾ പെൺകുട്ടികൾ കറങ്ങി നടക്കുന്നതോ? സർക്കാരും ഹൈക്കോടതിയും കേരള സർവകലാശാല പറയുന്നതല്ല അംഗീകരിക്കുന്നതെങ്കിൽ അവർ നാടിന്റെ നന്മയ്ക്കായല്ല ഇക്കാര്യം ചെയ്യുന്നതെന്ന് മക്കൾ നന്നാവണമെന്ന ആഗ്രഹമുള്ള നാട്ടിലെ മാതാപിതാക്കൾ കരുതും. കേരളത്തിലെ മുസ്ലിം തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ ഏറെ ഭീതിപ്പെടുത്തുന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസിയായ NIA കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള വിവരമനുസരിച്ച് അവരുടെ ഒരു രഹസ്യ വിഭാഗം കേരളത്തിൽ പ്രവർത്തിക്കുന്നുവെന്നും അവർ കേരളത്തിലുള്ള ഇതര മത സമൂഹങ്ങളിൽപ്പെട്ട പ്രമുഖ നേതാക്കളുടെ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുമാണ് വെളിപ്പെടുത്തൽ. കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ NIA ഈ കുറ്റാരോപണം നടത്തിയിട്ട് 3 മാസമായി. കേസ് അന്വേഷണത്തിന് വീണ്ടും 3 മാസം കൂടി വേണം എന്ന പോലീസിന്റെ വാദം കോടതി അംഗീകരിച്ച് കസ്റ്റഡി കാലാവധി 180 ദിവസമായി ഉയർത്തി. ഇതിനർത്ഥം പോലീസ് പറയുന്നതിൽ കഴമ്പുണ്ടെന്നല്ലേ? ഇത് സംബന്ധിച്ച് നല്ല തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്നും കൂടുതൽ തെളിവുകൾ തേടുകയാണെന്നും അല്ലേ? IS പോലുള്ള അന്താരാഷ്ട്ര ഭീകര സംഘടനകളുമായി അവർക്ക് ബന്ധങ്ങൾ ഉണ്ടെന്നും പോലീസ് പറയുന്നു. അവരുടെ നേതാക്കളിൽ ഏതാനും പേർ ജയിലിലായാലും ഈ ഭീകര പ്രവർത്തനങ്ങൾ നാട്ടിൽ നടക്കുന്നു എന്നല്ലേ കരുതേണ്ടത്? ഈ ചിന്ത ഭീതി വളർത്തില്ലേ? NIA ഇൻസ്പെക്ടർ K ഉമേഷ് റായ് 2022 സെപ്റ്റംബർ 25-ന് 11 പേരെ കോടതി കസ്റ്റഡിയിൽ വിട്ടിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാഭ്യാസ വിഭാഗം തലവൻ കരമന അഷ്റഫ് മൗലവി, പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സാദിഖ് അഹമ്മദ്, സോണൽ സെക്രട്ടറി ഷിഹാസ്, നടക്കാവ് ഡിവിഷണൽ ജോയിന്റ് കൺവീനർ P അൻസാരി ഈരാട്ടുപേട്ട, ഡിവിഷണൽ കൺവീനർ MM മുജീബ്, നജാമുദ്ദീൻ, TS സൈനുദ്ദീൻ, PK ഉസ്മാൻ, യഹ്യ തങ്ങൾ, K മുഹമ്മദ് അലി, CT സുലൈമാൻ എന്നിവരായിരുന്നു പ്രതികൾ. ഇവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുവാൻ എന്തേ ഇത്ര കാലതാമസം ഉണ്ടാകുന്നു എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. കേരളം തീവ്രവാദികളുടെ വിഹാരഭൂമിയായി മാറുന്നത് സംബന്ധിച്ച് സംസ്ഥാന പോലീസിന് ഇന്റലിജൻസ് വിഭാഗത്തിന് വല്ല അറിവും ഉണ്ടോ? ഇല്ലെന്ന് പറയാനാവില്ല. മുൻ DGPമാരായിരുന്ന ജേക്കബ് പുന്നൂസും ലോക്നാഥ് ബെഹ്റയും ഈ സൂചനകൾ നൽകിയാണ് പടിയിറങ്ങിയത്. പക്ഷേ അവർ നടത്തിയ ആരോപണങ്ങളെക്കുറിച്ച് ഒരു വിവരവും ഇല്ലെന്ന നിലപാടിലായിരുന്നു മുഖ്യമന്ത്രി. ആ നിലപാട് തന്നെ തുടരുന്നു. ദേശീയ അന്വേഷണ ഏജൻസി വല്ലവരെയും പിടിച്ചാൽ പിടിച്ചെന്നായി. കേരള പോലീസ് ഒന്നും അന്വേഷിക്കുകയോ ആരെയെങ്കിലും പിടിച്ചതായോ അറിവില്ല. തൃക്കരിപ്പൂരിൽ നിന്നും 6 പേർ കൂടി യമനിൽ IS പ്രവർത്തനത്തിന് എത്തിയതായി വാർത്ത വന്നു. കുട്ടികൾ അടങ്ങിയ 6 അംഗ കുടുംബം വർഷങ്ങളായി ദുബായിലായിരുന്നു. അവർ സൗദി വഴി യമനിലെത്തി. പടന്ന സ്വദേശികളായ 2 പേരിൽ ഒരാൾ സൗദിയിൽ നിന്നും അപരൻ ഒമാനിൽ നിന്നുമാണ് പോയത്. 2016-ൽ പടന്ന തൃക്കരിപ്പൂർ മേഖലകളിൽ നിന്ന് 4 കുടുംബം ഉൾപ്പെടെ 21 പേർ ISൽ ചേർന്നു. ഇവരിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 9 പേർ 2 വർഷമായി അഫ്ഗാൻ ജയിലിലാണ്. 7 പേർ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും വിവരം ലഭിച്ചു. ഇത്രയും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോഴും സംസ്ഥാന ഇന്റലിജൻസ് ഉറക്കം നടിക്കുന്നു. അതും ഭീതിപ്പെടുത്തുന്ന സത്യമാണ്. സർക്കാരിന്റെ ഈ അനുകൂല സമീപനം പല കാര്യങ്ങളിലും വളരെ പ്രകടമാണ്. 2022 സെപ്റ്റംബർ 23-ന് പോപ്പുലർ ഫ്രണ്ട് നടത്തിയ മിന്നൽ ഹർത്താലിൽ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ നഷ്ടപരിഹാരം സംഘാടകരിൽ നിന്നും ഈടാക്കണമെന്ന് ഹൈക്കോടതി വിധിച്ചു. നഷ്ടപരിഹാരമായി 5.20 കോടി രൂപ സമരക്കാരിൽ നിന്നും ഈടാക്കുവാൻ സെപ്റ്റംബർ 29-ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ഹർത്താൽ ദിനത്തിൽ സംസ്ഥാനത്ത് നടന്ന എല്ലാ കേസിലും പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി A അബ്ദുൾ സത്തറിനെ പ്രതിയാക്കുവാനും കോടതി നിർദ്ദേശിച്ചു. ഇതിനുള്ള റവന്യൂ റിക്കവറി നടപടികളുടെ മെല്ലെപ്പോക്കിൽ ഡിസംബർ 21-ന് ഹൈക്കോടതി വലിയ ആശങ്ക പ്രകടിപ്പിച്ചു. 1 മാസത്തിനകം നഷ്ടപരിഹാരം ഈടാക്കണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കുവാൻ പോലും അവർ കൂടുതൽ സാവകാശം ചോദിച്ചു. കോടതി വല്ലാതെ ക്ഷുഭിതനായിരിക്കും. ഏതായാലും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് നേരിട്ട് കോടതിയിൽ ഹാജരായി വിശദീകരിക്കുവാൻ ആവശ്യപ്പെട്ടു. നഷ്ടപരിഹാരമായി കോടതി നിർദ്ദേശിച്ച 5.20 കോടി രൂപ ജനുവരി 31-നകം ഈടാക്കിയിരിക്കണം എന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. ഈ രഹസ്യാന്വേഷണ പരാജയത്തിലും മെല്ലെപ്പോക്കിലും ഇടതുപക്ഷം വലിയ വില കൊടുക്കേണ്ടി വരും. ഹിന്ദുക്കൾ വല്ലാതെ യോജിക്കും. മുഖ്യധാര പാർട്ടികളിൽ നിന്നും അവർ ചോരുകയും ചെയ്യും. സമൂഹത്തിലെ ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് ഭാരതത്തിലെ നിയമം അനുവദിച്ചു കൊടുത്തിട്ടുള്ള ആനുകൂല്യങ്ങൾ വല്ലാതെ ദുരുപയോഗിക്കപ്പെടുന്നുണ്ടോ? കുന്നത്തുനാട്ടിലെ CPM MLA ആയ ശ്രീനിജനെ രാഷ്ട്രീയമായി ബഹിഷ്കരിക്കുന്ന കിഴക്കമ്പലത്തെ
2020 പ്രവർത്തകരെ ജാതി കേസിൽ കുടുക്കുവാൻ കുപ്രസിദ്ധനായ ശ്രീനിജൻ നടത്തുന്ന കളികൾ അദ്ദേഹത്തിന് തന്നെ വിനാശകരമാവില്ലേ? തന്നെ ജാതി നോക്കി അപമാനിച്ചുവെന്ന് ശ്രീനിജൻ കൊടുത്ത പരാതി പോലീസ് അന്വേഷിക്കുകയാണ്. 2020യുടെ ഉപജ്ഞാതാവായ സാബു ജേക്കബ് അടക്കമുള്ളവരെയാണ് ശ്രീനിജൻ പ്രതിക്കൂട്ടിൽ കയറ്റുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ദിന ദീപക്കാണ് രണ്ടാം പ്രതി. പുത്തൻകുരിശ് പോലീസ് കേസെടുത്തു. സാബു ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. പട്ടികജാതിക്കാരെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുന്നത് തടയുവാൻ കർശനമായ വകുപ്പുകളോടെ കേന്ദ്രം നിയമം പാസാക്കി. അടുത്ത കാലത്തായി പട്ടികജാതികളിൽപ്പെട്ട പലരും തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ കുടുക്കുവാൻ ഈ വകുപ്പ് ദുരുപയോഗം ചെയ്യുകയാണ്. ശ്രീനിജന്റെ പരാതിയെക്കുറിച്ച് സാബു ഉയർത്തുന്ന ആരോപണവും അതാണ്. വാസ്തവത്തിൽ കിഴക്കമ്പലത്തെ പട്ടികജാതിക്കാരനായതുകൊണ്ടാണോ ശ്രീനിജൻ അപമാനിക്കപ്പെട്ടത്? അദ്ദേഹം CPM-കാരനായതുകൊണ്ടാണ്. ജാതി പറഞ്ഞുള്ള പരിഹാസം എന്താണെന്ന് 2020 നവംബർ 20-ന് നാഗേശ്വര റാവു അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് കൃത്യമായി പറഞ്ഞു. ശ്രീനിജൻ പറഞ്ഞതുപോലെ പാർട്ടിയെ ബഹിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി MLA-യെ ബഹിഷ്കരിക്കുന്നത് ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ കുറ്റമാവില്ല. അദ്ദേഹം പട്ടികജാതിക്കാരനായതുകൊണ്ടല്ല 2020 നേതാക്കൾ ഇറങ്ങിപ്പോയത്. ബെന്നി ബെഹനാൻ അടക്കം പല ജനനേതാക്കളെയും 2020 നേതാക്കൾ ബഹിഷ്കരിച്ചിട്ടുണ്ട്. അത് അവരുടെ നയമാണ്. ഇറങ്ങിപ്പോയവരിൽ പട്ടികജാതിക്കാർ ഉണ്ടായിരുന്നു എന്നാണ് സാബു പറയുന്നത്. 1996-ൽ മുഖ്യമന്ത്രിയായിരുന്ന EK നായനാർ കോൺഗ്രസിലെ ഡോക്ടർ MA കുട്ടപ്പനെ ജാതിപ്പേര് പറഞ്ഞ് പരിഹസിച്ചു. തലശ്ശേരി കോടതി കേസെടുത്തു. ഹരിജൻ എന്ന് പറഞ്ഞാൽ ജാതി ആക്ഷേപമല്ല എന്നായിരുന്നു വിധി. 2011 വരെ കോൺഗ്രസിൽ പ്രവർത്തിച്ച നേതാവായിരുന്നു ഇപ്പോൾ CPM നേതാവായ ശ്രീനിജൻ. യൂത്ത് കോൺഗ്രസുകാരനായിരുന്ന അദ്ദേഹം സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കുവാൻ നിയമപഴുതുകൾ അദ്ദേഹം തന്ത്രപൂർവ്വം ഉപയോഗിക്കാറുണ്ട്. കോൺഗ്രസ് നേതാവും MP-യുമായ കൊടിക്കുന്നിൽ സുരേഷിനെതിരെ അദ്ദേഹം പട്ടികജാതിക്കാരനല്ല, ക്രൈസ്തവനാണ് എന്ന ആക്ഷേപവുമായി ശ്രീനിജൻ കോടതിയെ സമീപിച്ചു. കൊടിക്കുന്നിലിനായിരുന്നു കേസിൽ വിജയം. 2006-ൽ കോൺഗ്രസ് ടിക്കറ്റിൽ ഞാറക്കലിൽ മത്സരിക്കുമ്പോൾ 25,000 രൂപയും 24 ഗ്രാം സ്വർണവുമായിരുന്നു പുളിയൻ വീട്ടിൽ വാസു ശ്രീനിജന്റെ സ്വത്ത്. ഇന്നത് 13 കോടിയായി. 2006-ലെ തിരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും ട്രാവൻകൂർ റെസിഡൻസി ടവേഴ്സിൽ അദ്ദേഹം ഒരു ഫ്ളാറ്റ് വാങ്ങിച്ചു. ഭാരതത്തിലെ മുൻ ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണന്റെ മകളാണ് ശ്രീനിജന്റെ ഭാര്യ. അവർ അധികം വൈകാതെ ഒരു ഫ്ളാറ്റ് കൂടി വാങ്ങി. ഇതാണ് ശ്രീനിജന്റെ ഭൗതിക വളർച്ച. ശ്രീനിജൻ എങ്ങനെ ഇത്ര സമ്പന്നനായി? അദ്ദേഹം അഭിഭാഷകനാണ്, ഭാര്യ പബ്ലിക് പ്രോസിക്യൂട്ടറും. അതാണ് അറിയാവുന്ന സാമ്പത്തിക സ്രോതസ്. കോൺഗ്രസ് നേതാവായ M ലിജു തന്നെ ശ്രീനിജനെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ടു. ജനുവരി 5-ന് ശ്രീനിജൻ പാർട്ടി പദവി രാജിവെച്ചു. 2016-ൽ CPM-ൽ ചേർന്നു. VS മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കോൺഗ്രസിലെ ഷമീർ വളവത്ത് കൊടുത്ത പരാതി അനുസരിച്ച് സംസ്ഥാന ഇന്റലിജൻസ് ശ്രീനിജനെ കുറിച്ച് അന്വേഷിച്ചു. ക്രിക്കറ്റ് വാതുവെപ്പ് ആക്ഷേപകാലത്ത് കേസിൽ പ്രതിയാക്കപ്പെട്ട മുഹമ്മദ് അസറുദ്ദീൻ താൻ മുസ്ലിം ആയതുകൊണ്ടാണ് ഇത്തരം ഒരു ആക്ഷേപത്തിനും നടപടിക്കും ഇരയായത് എന്ന് നടത്തിയ നിരീക്ഷണം പോലുണ്ട് ശ്രീനിജന്റെ ആരോപണത്തിന്. ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചെത്തുന്നതിന് വലിയ സംഭാവനകൾ ചെയ്ത സോളാറുകാരിയുടെ പരാതികൾ ഓരോന്നായി CBI അന്വേഷിച്ച് തള്ളുകയാണ്. സത്യം പുറത്തുവരുന്നു. എങ്കിലും പ്രതിയാക്കപ്പെട്ടവർക്ക് ഉണ്ടായ അപമാനം ആർക്ക് പരിഹരിക്കാനാകും? വ്യാജ പരാതിക്കാർക്കെതിരെ നടപടി എടുക്കുവാനും അവരിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കുവാനും ഈ രാജ്യത്ത് നിയമം ഉണ്ടാക്കേണ്ടതാണ്. രണ്ടാം ഇടതുമുന്നണി സർക്കാരിനുണ്ടായ വലിയ വീഴ്ചയായി ബഫർ സോൺ വിഷയം. ജനം ഭീകരമായി രംഗത്തു വന്നു. അതോടെ സർക്കാർ ശരിയായ വഴിയിലേക്ക് വരുന്നതിന്റെ സൂചനകളായി. ഒരുപക്ഷെ കൈകാര്യം ചെയ്യുന്നതിൽ ഉണ്ടായ പിടിപ്പുകേടുകളാണ് സർക്കാരിനെ പഴി കേൾപ്പിച്ചത് എന്ന് കരുതി പോകും വിധം ആത്മാർത്ഥമായ പ്രഖ്യാപനങ്ങൾ വരുന്നുണ്ട്. വനാതിർത്തിക്ക് പുറത്ത് ബഫർ സോൺ പാടില്ലെന്നതാണ് സർക്കാർ നിലപാടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജനവാസ കേന്ദ്രങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിയാവും സർക്കാർ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കോടതിക്കും സമർപ്പിക്കുക എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. തീരുമാനമോ നിലപാടുകളോ തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കി തിരുത്തുവാൻ തയ്യാറാകുന്നത് വലിയ കാര്യമാണ്, ഏറെ അഭിനന്ദനീയവുമാണ്. ജനുവരി 7 വരെ പരാതി കൊടുക്കുവാൻ സമയം അനുവദിച്ചതും കർഷകരെ സഹായിക്കുവാൻ ഹെൽപ്പ് ഡെസ്കുമായി CPM മുന്നോട്ട് വന്നതും നല്ല നീക്കമായി.
ഇക്കാര്യത്തിൽ വൈകിയാണെങ്കിലും നേതാക്കന്മാർ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ ശ്രമിച്ചത് നല്ല സൂചനയായി. ജോസ് കെ മാണിയുടെ രാജ്യസഭയിലെ വാദം പഠിച്ചൊരുങ്ങിയതായി. 38,863 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള കേരളത്തിൽ 69.4% വനമാണെന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. 9,438 കിലോമീറ്റർ വനമുണ്ട്. കൃഷിക്ക് കിട്ടുന്നത് 30.6% ഭൂമി മാത്രം. ഇതേക്കുറിച്ച് പഠിക്കുവാൻ നിയോഗിക്കപ്പെട്ട സ്വതന്ത്ര സമിതിയായ ജസ്റ്റിസ് തോട്ടത്തിൽ കമ്മീഷൻ എന്തു ചെയ്യുന്നു എന്നടക്കം പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങളും ഉപഗ്രഹ ചിത്രത്തിനെതിരെ സഭ ഉയർത്തിയ പ്രതിഷേധത്തെ നിറഞ്ഞ മനസ്സോടെ പിന്താങ്ങിയതും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ അടയാളമായി. ബഫർ സോൺ വിഷയത്തിൽ കോൺഗ്രസിന്റെ കൈകളിലും കറയുണ്ട്. കോൺഗ്രസ് കേന്ദ്രം ഭരിച്ച കാലത്ത് ജയറാം രമേശ് ഇക്കാര്യത്തിൽ കാണിച്ച കടുംപിടുത്തവും അതിന് കേരളത്തിലെ കോൺഗ്രസിലെ ഗ്രീൻ ബ്രിഗേഡ് നൽകിയ പിന്തുണയും ഒന്നും മറക്കാൻ കാലമായിട്ടില്ല. പ്രതിപക്ഷ നേതാവ് സതീശൻ അടക്കമുള്ളവർ അന്ന് കാര്യങ്ങൾ പഠിക്കാതെ വിപ്ലവം പറഞ്ഞു. 2013 ജനവാസ മേഖല ഒഴിവാക്കുവാൻ ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനിച്ചു. പക്ഷേ ഇക്കാര്യം കേന്ദ്ര വിദഗ്ധ സമിതിയെ അറിയിച്ചില്ല എന്നാണ് ഇടതുപക്ഷ ആക്ഷേപം. വീഴ്ചകൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായി. തെറ്റുതിരുത്താൻ ആരും ആത്മാർത്ഥമായി ജാഗ്രത കാട്ടിയില്ല. സഭയുടെ പ്രക്ഷോഭണം ആ മാനസാന്തരത്തിന് ഇരുമുന്നണിയെയും നിർബന്ധിച്ചു. ക്രിസ്മസ് ദിനത്തിൽ തുടങ്ങാനിരുന്ന NSS ക്യാമ്പുകൾ മാറ്റിവെച്ചതും നല്ല അടയാളമായി. സർക്കാരിന് അഭിനന്ദനങ്ങൾ. ക്രൈസ്തവരുടെ പുണ്യദിനങ്ങളിൽ മാത്രം എന്തേ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് സർക്കാർ പഠിക്കുന്നത് നല്ലതാണ്. കേന്ദ്രഭരണത്തിൽ കേരളത്തിന് പ്രാതിനിധ്യം നൽകുവാൻ വാജ്പേയിയുടെ കാലം മുതൽ BJP കാണിക്കുന്ന താൽപര്യം അഭിനന്ദനീയമാണ്. രാജേട്ടനും അൽഫോൻസും മുരളീധരനും രാജീവ് ചന്ദ്രശേഖരനും കേന്ദ്രമന്ത്രിമാരായതിനു പിന്നിൽ പല ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നതുപോലെ ഈ കേരള സ്നേഹവും ഉണ്ടായിരുന്നു. ഇപ്പോൾ PT ഉഷയെ ഒളിമ്പിക് അസോസിയേഷന്റെ അധ്യക്ഷ വരെയാക്കി. ഇടതുപക്ഷത്തെ രാഷ്ട്രീയമായി ശരിക്കും വെള്ളം കുടിപ്പിക്കുന്ന V മുരളീധരനെ ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ പരിഹസിച്ചതുകൊണ്ട് വലിയ കാര്യമായില്ല. എന്നാൽ മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൾ വഹാബ് അദ്ദേഹത്തെയും രാജീവ് ചന്ദ്രശേഖരനെയും പ്രശംസിച്ചത് വലിയ സംഭവമായി. പ്രശംസിച്ചത് ലീഗുകാരനായതുകൊണ്ട് ഇടതുപക്ഷം വലിയ പ്രതികരണങ്ങൾക്ക് മുതിർന്നില്ല. ഇതാണ് ശരിക്കും ലീഗ്. അവർ ചില നേട്ടങ്ങളാണ് രാഷ്ട്രീയത്തിലൂടെ നോക്കുന്നത്. അത് കൊടുക്കുന്നവർക്കൊപ്പം അവർ നിൽക്കും. വിദ്യാർത്ഥികളുടെ അക്കാദമികേതര പ്രവർത്തനങ്ങൾക്ക് നൽകിയിരുന്ന ഗ്രേസ് മാർക്ക് പുനഃസ്ഥാപിക്കുവാൻ സർക്കാർ തീരുമാനിക്കുന്നു. കോവിഡ് പ്രമാണിച്ച് കഴിഞ്ഞ വർഷം ഗ്രേസ് മാർക്ക് അനുവദിച്ചിരുന്നില്ല. സർക്കാർ നൽകുന്ന ഗ്രേസ് മാർക്ക് എത്രയോ പ്രഗത്ഭരുടെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ഒരു മികച്ച അത്ലറ്റിന് 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ട മാർക്ക് മുഴുവൻ ഗ്രേസ് മാർക്കാക്കി കൊടുത്ത അവസരമുണ്ട്. അതുകൊണ്ട് ആ കുട്ടിയുടെ ഭാവി ഇരുണ്ടുപോകാതെ തിളങ്ങി പ്രകാശിക്കുകയും ചെയ്തു. വിതരണത്തിലെ അസമത്വം ഒഴിവാക്കും എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഇതേക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. എല്ലാം നീതിപൂർവം നടക്കട്ടെ. ക്രിസ്മസ് നവവത്സരകാലം യാത്രാ കമ്പനികൾ വല്ലാത്ത കൊള്ളക്കാലമായി മാറ്റുകയാണ്. ബാംഗ്ലൂർ കൊച്ചി ബസ് ടിക്കറ്റിന് 7000 രൂപയാണ് നിരക്ക്. മടക്കയാത്രയ്ക്ക് 5500 രൂപയും. KSRTCയുടെ ഷിഫ്റ്റ് സാധാരണ നിരക്കിൽ സർവീസ് നടത്തുന്നു എന്ന് പറയുമ്പോഴും ശക്തമായ ഇടപെടലിന് സാധിക്കുന്ന മട്ടില്ല. വിമാന ടിക്കറ്റിനും തീ വിലയാണ്. ദുബായ് കൊച്ചി നിരക്ക് 16,000 രൂപയിൽ നിന്നും 40,000 രൂപയായി. എയർ ഇന്ത്യ 31,000 രൂപ. ഡൽഹി കൊച്ചി നിരക്ക് 10,000 രൂപയിൽ നിന്നും 26,000 രൂപയായി. യാത്രക്കാരുടെ സീസണിൽ കൂടിയ നിരക്ക് വാങ്ങാതെ വിമാന കമ്പനികൾക്ക് പിടിച്ചു നിൽക്കാനാവില്ലെന്നാണ് കേന്ദ്രമന്ത്രി സിന്ധ്യയുടെ വാദം. ലോകകപ്പ് ഫുട്ബോൾ മേളയ്ക്ക് കൊടിയിറങ്ങി. ഏറെ പേർ ആഗ്രഹിച്ചതുപോലെ അർജന്റീനയും മെസ്സിയും ജയിച്ചു. അർജന്റീനയ്ക്ക് ഒപ്പം നിന്നതിന് അർജന്റീനയിലെ ഫുട്ബോൾ സംഘടന കേരളത്തിന് പേരെടുത്തു പറഞ്ഞത് ചെറിയ വിവാദമായിരിക്കുകയാണ്. അവർ നന്ദി, ബംഗ്ലാദേശ്, കേരളം, ഇന്ത്യ, പാകിസ്ഥാൻ എന്ന് നന്ദി പ്രകടിപ്പിച്ചതിൽ ഒരു ചെറിയ അഭംഗിയുണ്ട്. കേരളം ബംഗ്ലാദേശോ പാകിസ്ഥാനെയോ പോലെ പ്രത്യേക രാജ്യമല്ലല്ലോ. UP കേഡറിലെ പോലീസ് സൂപ്രണ്ടായ അഞ്ജലി കടാരിയ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത്. UP കേഡറിലെ പോലീസ് സൂപ്രണ്ടായ അഞ്ജലി കടാരിയ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത് കുറ്റം പറയാനാവുമോ? ഇനി ആരെങ്കിലും അർജന്റീനക്കാരോട് ഇങ്ങനെ പറഞ്ഞിരിക്കുമോ ആവോ? ഘർ വാപ്പസി മുദ്രാവാക്യവുമായി ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിലെ
13 ആദിവാസി ഗ്രാമങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ തുടർ ആക്രമണങ്ങൾ ഉണ്ടാവുകയാണ്. ഛത്തീസ്ഗഡ് തലസ്ഥാനമായ റായ്പൂരിൽ നിന്നും 350 കിലോമീറ്റർ അകലെയുള്ള വിവിധ ഗ്രാമങ്ങളിൽ അക്രമികൾ വീടുകളും പള്ളികളും ആക്രമിച്ചു. 20ഓളം അക്രമ സംഭവങ്ങൾ ഉണ്ടായി. 6 പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു. വ്യത്യസ്ത ആദിവാസി ഗോത്രങ്ങളിൽപ്പെടുന്ന നാട്ടുകാരിൽ ക്രൈസ്തവരെ തെരഞ്ഞുപിടിച്ചാണ് ആക്രമിക്കുന്നത്. അക്രമികൾക്ക് പോലീസും കൂട്ടാണ് എന്ന് ക്രൈസ്തവർ പരാതിപ്പെടുന്നു. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര 100 ദിവസം പിന്നിട്ടു. രാജസ്ഥാനിലെ ദൗസയിലായിരുന്നു 100ാം ദിവസം. ഹിമാചലിലെ പുതിയ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും PCC അധ്യക്ഷനും സച്ചിൻ പൈലറ്റും KC വേണുഗോപാലും ലക്ഷക്കണക്കിന് ജനങ്ങളും യാത്രയിൽ സംബന്ധിച്ചു. സെപ്റ്റംബർ 7-ന് കന്യാകുമാരിയിൽ നിന്നും തിരിച്ച യാത്ര 8 സംസ്ഥാനങ്ങളിലായി 2862 കിലോമീറ്റർ സഞ്ചരിച്ചാണ് രാജസ്ഥാനിലൂടെ കടന്നുപോകുന്നത്. ഹരിയാന, ഡൽഹി, പഞ്ചാബ്, ജമ്മു കാശ്മീർ സംസ്ഥാനങ്ങളിലെ 708 കിലോമീറ്റർ കൂടി സഞ്ചരിച്ച് ജനുവരി 30-ന് ശ്രീനഗറിൽ പൂർത്തിയാക്കുവാനാണ് പരിപാടി. ആയുധങ്ങൾ ഉപയോഗിക്കാതെ ശത്രുവിനെ നേരിടുന്ന ജപ്പാനിലെ ആയോധന കലയായ ജിജിത്സുവു അഭ്യസിച്ചുകൊണ്ടാണ് രാഹുൽ സഞ്ചരിക്കുന്നത്. ദിവസവും രാത്രി 9 മുതൽ 11:30 വരെ അദ്ദേഹം ജിജിത്സു പരിശീലിക്കുന്നുണ്ടത്രേ. ശത്രുവിന്റെ ബലം തന്നെ ഉപയോഗിച്ച് എതിരാളിയെ കീഴടക്കുന്ന കലയാണിത്. ജപ്പാനിലെ മറ്റൊരു ആയോധന കലയായ തായ്ക്വോണ്ടോയും രാഹുലിന് വശമാണ്. യാത്ര ആരംഭിച്ച ശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ഹിമാചലിൽ അധികാരം തിരിച്ചുപിടിക്കാൻ പാർട്ടിക്കായി എന്നത് യാത്രയുടെ വിജയമായാലും അല്ലെങ്കിലും നല്ല അടയാളമാണ്. രാജസ്ഥാനിലെത്തിയപ്പോഴേക്കും അവിടെ ഗെലോട്ട് പൈലറ്റ് വിഭാഗങ്ങൾ തമ്മിലുള്ള വഴക്ക് തീർക്കാനായതും നല്ല അടയാളമായി. കുറിച്ചു വെച്ചോളൂ, BJPയെ കോൺഗ്രസ് താഴെ ഇറക്കും. രാഹുൽ രാജസ്ഥാന്റെ തലസ്ഥാനമായ ജയ്പൂരിൽ വെച്ച് വെല്ലുവിളിച്ചു. BJPയുടെ ഫാസിസത്തെ നേരിടാൻ തന്റേടമുള്ളവർ മാത്രം പാർട്ടിയിൽ മതി എന്നും അദ്ദേഹം വ്യക്തമാക്കി. ധൈര്യമില്ലാത്തവർ വിട്ടു. യാത്ര തുടങ്ങുമ്പോൾ ദക്ഷിണേന്ത്യയിൽ മാത്രം ചലനമുണ്ടാക്കുമായിരിക്കും എന്ന് പറഞ്ഞവർക്ക് ഇപ്പോൾ എന്തു തോന്നുന്നു എന്ന് രാഹുൽ ചോദിച്ചു. രാജ്യത്ത് ഏറ്റവും വലിയ സ്വീകരണം ലഭിച്ചത് രാജസ്ഥാനിലായിരുന്നു, രാഹുൽ ചൂണ്ടിക്കാണിക്കുന്നു. ലോകത്തിന്റെ ധാർമ്മിക ശബ്ദമായ ഫ്രാൻസിസ് പാപ്പയുടെ ഭാരത സന്ദർശനത്തിലുള്ള തടസ്സങ്ങൾ നീക്കുവാൻ പുതിയ CBCA അധ്യക്ഷൻ ആൻഡ്രൂസ് താഴത്ത് പിതാവിന്റെ നീക്കങ്ങൾക്ക് സാധിച്ചാൽ അത് ചരിത്ര സംഭവമാകും. അതിന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ ഏറെയുണ്ട്. G20 അധ്യക്ഷനായതോടെ ആഗോള നേതാവായി മാറിയ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൊപ്പിയിലെ ഒരു തൂവൽ കൂടിയാവും ആ സന്ദർശനം. ഭാരത സർക്കാരും BJPയും പലരും പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു വർഗീയ ഫാസിസ്റ്റ് സംവിധാനം അല്ലെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ നല്ല അവസരമാകും ആ സന്ദർശനം. ഷിലോങ്ങിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.